സ്കെയിലിംഗ് ചെയ്താൽ പല്ല് ലൂസാവും. ആക്ച്വലി സ്കെയിലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിനിടയിൽ ഞെരുങ്ങിയിരിക്കുന്ന കട്ടയ്ക്കുള്ള അഴുക്കുകൾ ഇളകി പോകുന്നതാണ് നമുക്കൊരു ലൂസ് ഫീലിംഗ് തോന്നുന്നത്. കാരണം ഇത്രയും നാളത് ഞെരുങ്ങിയിരിക്കുമായിരുന്നു. സത്യത്തിൽ നമ്മുടെ പല്ല് ക്ലീൻ ആയതാണ്, അല്ലാതെ ലൂസ് ആവുന്നതല്ല. റൈസസ് കിഡ്സിന് മാത്രമാണോ? ആക്ച്വലി ഏജ് അല്ല ഇഷ്യൂ, നിങ്ങളുടെ ബോണിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ബോണിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ ഒരു 40+ ഏജ് ഉള്ള ഒരാൾക്കും പെർഫെക്റ്റ് സ്മൈൽ നമുക്ക് ബ്രേസസ് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് യുവർ ബോൺ ഇസ് ഹെൽത്തി. പല്ലെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐ സൈഡിന് പ്രോബ്ലം ഉണ്ടാകും. ആക്ച്വലി ദർ ഇസ് നോ കണക്ഷൻ അറ്റ് ഓൾ. നമ്മുടെ പല്ലിനും കണ്ണിനും സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസും നെർവ്സും എല്ലാം എൻ്റയർലി സെപ്പറേറ്റ് ആണ്. ടീത്ത് വൈറ്റനിങ് ചെയ്താൽ ഇനാമൽ ഡാമേജ് ആവുമോ? പ്രൊഫഷണൽ ടീത്ത് വൈറ്റനിങ് അല്ലെങ്കിൽ ബ്ലീച്ചിങ് അണ്ടർ ഡോക്ടർ സൂപ്പർവിഷൻ സേഫാണ്. പക്ഷെ അതും ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. പിന്നെ ഈ DIY ഹാക്സ്, അതായത് നാരങ്ങ വെച്ചൊക്കെ ബ്ലീച്ച് ചെയ്യാൻ ശ്രമിക്കും, പല്ല് ബ്ലീച്ച് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ബേക്കിംഗ് സോഡ പൊടിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇനാമിൽ ഇറോഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.